ശ്രീകുമാറേ, അതെ, ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഇതിപ്പോൾ ഈ മുസ്ലിം ലീഗിന് അധികാരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് മറ്റുള്ളവരൊക്കെ നാടുവിടേണ്ടി വരുന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതിൻ്റെ ഉള്ളിൽ? ശരിക്കും ഈ വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെയുള്ള പരാമർശങ്ങളൊക്കെ ഒരു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചുള്ള ചില രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണ്. ശരിക്കും ഈ UDF അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കാൻ, അധികാരത്തിൽ കയറ്റാതിരിക്കാനുള്ള ഒരു തന്ത്രപരമായ നിലപാട് വെള്ളാപ്പള്ളി കൈക്കൊള്ളും. അപ്പോൾ ഒരു ഹൈന്ദവ ഏകീകരണത്തോടു കൂടി അത് കൂടുതലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരുത്താനുള്ളൊരു ശ്രമമാണോ? അതെ, അത് ഞാൻ വിശദമായിട്ട് പറയാം. കാരണം വെച്ചാൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനകളുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഒരു മുസ്ലിങ്ങൾക്കെതിരെ ഹൈന്ദവരിൽ ഒരു ഭീതി പടർത്തി അങ്ങനെ ഹിന്ദു വോട്ടുകൾ BJPക്കും CPMനും ഇടയിൽ വിഭജിക്കപ്പെട്ടു പോകണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ UDF തിരിച്ച് അധികാരത്തിൽ വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ആ UDF തിരിച്ച് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ UDF തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ഉന്നം വയ്ക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യം. അതിനുവേണ്ടി അദ്ദേഹം നിരന്തരം ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കും. കേരളത്തിൽ മുസ്ലിങ്ങളിൽ ഏതാണ്ട് 27-28% കേരളത്തിലെ ഏറ്റവും വലിയ സമൂഹമാണ് മുസ്ലിം സമൂഹം. ഏതാണ്ട് ഒരു 50-55-60 മണ്ഡലങ്ങളിലെങ്കിലും മുസ്ലിം വോട്ടുകൾ കേരളത്തിൽ നിർണായകമാണ്. തീർച്ചയായിട്ടും 2021 തെരഞ്ഞെടുപ്പിൽ നിർബാധം മുസ്ലിം വോട്ടുകൾ ലഭിച്ചതുകൊണ്ടാണ് CPM അല്ലെങ്കിൽ ഇടതു മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നത്, അല്ലെങ്കിൽ അധികാരത്തിൽ തുടർന്നത്. എന്നാൽ ഇത്തവണ അവർക്ക് ഈ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇനി ഈ ഹൈന്ദവ വോട്ടുകളെ ക്രോഡീകരിച്ച് അല്ലെങ്കിൽ അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് CPMനും ഇടതു മുന്നണിക്കുമായിട്ട് തിരിച്ചുവിടണം. അതിന് പറ്റിയ പിണറായി വിജയന്റെ കയ്യിൽ അതിന് പറ്റിയ ഉപകരണമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി. അദ്ദേഹം നിരന്തരമായിട്ട് ഇത്തരം ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈന്ദവ വോട്ടുകൾ ഒന്നും തന്നെ മുസ്ലിം ലീഗ് അധികാരത്തിലേക്ക് വരും, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാലും മുസ്ലിം ലീഗായിരിക്കും കേരളം ഭരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ പൊതുവെ ഹൈന്ദവ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാതെ, കോൺഗ്രസിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന ഹൈന്ദവ വോട്ടുകളെ കോൺഗ്രസിലേക്ക് വിടാതെ LDFലേക്ക് തിരിച്ചുവിടാൻ പറ്റും. അതോടൊപ്പം തന്നെ BJPയിലേക്ക് വിടാൻ പറ്റും. പക്ഷേ എനിക്ക് ഇതിലൊരു സംശയം, ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഇങ്ങനൊരു ഹൈന്ദവരെല്ലാവരും ഏകീകരിച്ച് വരുമോ? അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് അദ്ദേഹം ഉയർത്തുന്നത് ഒരു മുസ്ലിം ഭയം, അല്ലെങ്കിൽ ഒരു മുസ്ലിങ്ങളോടുള്ളൊരു ഭയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിരന്തരം ചർച്ചയാവുമ്പോൾ ഒരു വലിയ വിഭാഗം ആളുകളെങ്കിലും വിചാരിക്കുമോ പുള്ളി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ. അങ്ങനെ പൊതുവേ ഒരു മുസ്ലിം ഭയം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത് അതിനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് CPM ആഗ്രഹിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളുമാണ് അടിസ്ഥാനപരമായി കോൺഗ്രസ് വോട്ടുകൾ. പണ്ടൊക്കെ കുറേ സവർണ്ണ നായർ വോട്ടുകൾ കോൺഗ്രസിൽ ലഭിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ഒരു 2 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ആ വോട്ടുകളൊക്കെ BJPയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഇനി കോൺഗ്രസിന് അങ്ങനെ ആകെയുള്ള വോട്ടെന്ന് പറയുന്നത് CPMന് ലഭിക്കുന്ന വോട്ടെന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടും മുസ്ലിം വോട്ടുമാണ്. അത് രണ്ടും ഒരുമിച്ച് വന്നാൽ UDF അധികാരത്തിൽ വരും. അപ്പോൾ ഉദ്ദേശം എന്താണ്? ക്രൈസ്തവ വോട്ടുകളിലെ ഒരു വിഭാഗത്തെ BJPയിലേക്ക് വിടുക, അതോടൊപ്പം തന്നെ ഹൈന്ദവ വോട്ടുകളിലെ വലിയൊരു വിഭാഗത്തെ CPMലും BJPയിലേക്ക് തിരിച്ചു വിടുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വിടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസിനും UDFനും വോട്ട് ബാങ്കുകൾ ഇല്ലാതെ വരും. കാരണം കൃത്യമായ വോട്ടിംഗ് ഇല്ലാതെ വരും അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാവും. അപ്പോൾ മുസ്ലിം വിഭാഗത്തെ ഇരുഭാഗത്ത് നിർത്തിക്കൊണ്ട് ക്രൈസ്തവ ഹൈന്ദവ വോട്ട് ബാങ്കുകളെ ചിതറിച്ചുകൊണ്ട് ഈ 2 വോട്ടുകളും ഈ പറയുന്ന CPMലേക്കും BJPയിലേക്കും തിരിച്ചുവിട്ട് BJPക്ക് ഒരു 3-4 MLA മാരെയും കൊടുത്ത് പിണറായി വിജയൻ ഒരു 80-85 സീറ്റിൽ വീണ്ടും അധികാരത്തിലെത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായിട്ട് ഈ മുസ്ലിം വിരോധം ഇദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും ഗുണം ചെയ്യുന്നത് BJPക്കും ഇടതുപക്ഷത്തിനുമാണ്. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി കൊണ്ട് വെള്ളാപ്പള്ളിയുടെ അപ്പം ഇതൊരു തന്ത്രമാണെന്ന് തന്നെ പറയാം വേറൊരു വിധത്തിലും. അതായത് പുള്ളിക്കെതിരെയുള്ള കേസുകൾ വീണ്ടും അത് പരിഗണിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രത്തെയും പിന്നെ കേരളത്തെയും അങ്ങനെ സുഖിപ്പിച്ച് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തെയും BJPയെ സുഖിപ്പിച്ച് നിർത്താനുള്ളൊരു അടവായിരിക്കും ഇതല്ലേ? അതെ, കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിലെ കേസുകൾ
അത് ആ കേസുകളിൽ നിന്ന് ഈ തലയൂരുന്നതിന് വേണ്ടിയിട്ട് BJPയെയും CPMനെയും ഒരുപോലെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ കേന്ദ്രത്തിൽ BJPയും ഇവിടെ CPMും ഭരിക്കുന്നതാണ് എനിക്ക് വ്യക്തിപരമായി, എൻ്റെ കുടുംബത്തിന് വ്യക്തിപരമായി നല്ലതെന്നുള്ള നിലപാടിലേക്ക് പോകുമ്പോൾ, കാരണം കോൺഗ്രസ് അധികാരത്തിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി വിരോധികളാണ് കോൺഗ്രസിലുള്ള കൂടുതൽ ആൾക്കാരും. ഇപ്പോൾ VD സതീശൻ കടുത്ത വെള്ളാപ്പള്ളി വിരോധിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന ആരും പുള്ളിക്ക് ചിന്തിക്കാനേ വയ്യ. അതുപോലെ തന്നെ KC വേണുഗോപാലും കടുത്ത വെള്ളാപ്പള്ളി വിരോധിയാണ്. ഇനി KC വേണുഗോപാലൻ മുഖ്യമന്ത്രിയായാൽ അതും പുള്ളിക്ക് വലിയ പണിയാണ്. അപ്പോൾ ഈ പിന്നെ മാത്രമല്ല മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് ഇദ്ദേഹത്തിനോടുള്ള എതിർപ്പ്, ആ എതിർപ്പും ഈ UDF അധികാരത്തിൽ വന്നാൽ മറ്റു പല രീതിയിൽ പ്രവർത്തിക്കുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സ്വന്തം കേസുകളെല്ലാം ഒതുക്കി വെച്ച് സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ മുസ്ലിം വിരോധം കഴിച്ചുവിടുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. കാരണം മുസ്ലിങ്ങളെല്ലാവരും ഭയക്കേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ടായിട്ടില്ല. സ്വന്തം തടി രക്ഷിക്കാൻ, സ്വന്തം താനും മകനും ജയിലിൽ പോകാതിരിക്കാൻ അവിടെ മോദിയും ഇവിടെ വിജയനുമാണ് നല്ലതെന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അവിടെ മോദിയും ഇവിടെ വിജയനും വേണം, എന്നാൽ മാത്രമേ താൻ ജയിലിൽ പോകാതിരിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ ഒരിക്കലും UDFനെ ഒരിക്കലും അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഈ തന്ത്രം ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഉയർത്തുന്ന ഈ മുസ്ലിം പേടി എന്ന് പറയുന്നത്, മുസ്ലിം ഭയം എന്ന് പറയുന്നത് വെറൊരു മിഥ്യയാണ്. കാരണം ഇന്ന് നാട്ടിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ ദശാബ്ദങ്ങളായിട്ട് ഒരുമിച്ച് ജീവിച്ചു വരും. ആരെയും പേടിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു ഭയം വെറുതെ ഉണ്ടാക്കിയെടുത്തിട്ട് വീണ്ടും CPMനെയും അധികാരത്തിൽ കൊണ്ടുവരിക, BJPക്ക് കുറച്ച് സീറ്റുകൾ മേടിക്കൊടുക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരിക്ക് VD സതീശനായിട്ട് ഭയങ്കര അകൽച്ച ഇപ്പോൾ ഇദ്ദേഹത്തിനുണ്ട്, വെള്ളാപ്പള്ളി നടേശന്. അത് അങ്ങനെ ഒരു കാര്യം ഇതില് ഇപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് സാഹചര്യം ഉണ്ടാക്കിയോ? അതെ, കാരണം ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സ്വാഭാവികമായിട്ട് ഉയർന്നു വരുമല്ലോ. അപ്പോൾ അദ്ദേഹമൊക്കെ അധികാരത്തിൽ കഴിഞ്ഞാൽ പിണറായി വിജയനെ പോലെയല്ല, അദ്ദേഹം കൃത്യമായിട്ട് ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഭയമുണ്ട്. കാരണം VD സതീശൻ കഴിഞ്ഞ 10-20 വർഷമായിട്ടൊരു വെള്ളാപ്പള്ളി വിരുദ്ധനാണെന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി പല ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വരുമോ അല്ലെങ്കിൽ KC വേണുഗോപാൽ അധികാരത്തിൽ വരുമോ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ വെള്ളാപ്പള്ളി വിരോധികളാണ്. KC വേണുഗോപാലും VD സതീശൻ. KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പല ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇവരൊക്കെ അധികാരം, അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തന്നെ ലീഗിനും മറ്റു പാർട്ടികൾക്കും ആയിരിക്കും സ്വാധീനം. UDF അധികാരത്തിൽ വന്നാൽ ലീഗിനായിരിക്കും സ്വാധീനം. അപ്പം താൻ ഉദ്ദേശിക്കുന്നത് അവിടെ നടക്കില്ല. തനിക്കെതിരെ കേസുകൾ എടുക്കുന്ന കാര്യം UDFിൽ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ തനിക്ക് എതിരായി നിൽക്കുന്ന ശക്തികൾ തനിക്കെതിരെ പ്രവർത്തിക്കുമെന്നുള്ള ഭയം, VM സുധീരനെ പോലുള്ള ആളുകൾ, ഈ ഭയമൊക്കെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ CPMും അവിടെ മോഡിയും, ഇവിടെ വിജയനും അവിടെ മോദിയും തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം അദ്ദേഹം ഇങ്ങനെ ഈ വിഷം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ സ്വന്തം കാര്യം സിന്ദാബാദ്, അതാണ് കാര്യം. അതെ, അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹം ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി പോളറൈസ് ചെയ്യിക്കുക, ജനങ്ങളുടെ ഇടയിൽ ഒരു റിഫ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു വിടവ് ഉണ്ടാക്കുക, അവരെ പോളറൈസ് ചെയ്യിക്കുക. എന്താ ഉദ്ദേശിച്ചാൽ ഞാനും മോനും ജയിലിൽ പോകാതിരിക്കുക എന്നുള്ളത് മാത്രമാണെന്നാണ് ഈ മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനങ്ങളിലെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം. അല്ലാതെ മറ്റു കാരണങ്ങൾ, ഒരു മുസ്ലിങ്ങളെ ഭയക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ കേരളത്തിലില്ലല്ലോ. ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഇതുണ്ടാക്കിയിട്ട് BJPക്കും CPMനും രാഷ്ട്രീയമായി പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം താൻ ചെയ്യുന്നു. അതിന് തനിക്ക് പ്രതിഫലം വേണം എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട്. പക്ഷേ ഇത് സമൂഹത്തിൽ വലിയൊരു വിടവുണ്ടാക്കല്ലേ? അതെ, കൃത്യമായിട്ട് വലിയൊരു വിടവുണ്ടാക്കും. അത് വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ആ വിടവ് കുറച്ചുകൂടെ ശക്തമാകുമെന്നാണ് നമ്മൾ ഭയക്കുന്നത്. കാരണം വിടവുണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരം ഇങ്ങനെ ജനങ്ങളെ അല്ലെങ്കിൽ 3 പ്രത്യേക സമുദായങ്ങളെ, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട മതവിഭാഗങ്ങളെ 3 കള്ളികളാക്കി തിരിച്ചുകൊണ്ടുള്ള ഈ ഒരു രാഷ്ട്രീയ നീക്കം വളരെയേറെ ദോഷവും ചെയ്യും കേരളത്തിലെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഭാവിയിൽ ഒരു സംശയമില്ല. കാരണം വെച്ചാൽ അത് പിന്നീട് വരുന്ന തലമുറകൾക്കൊക്കെ അതൊക്കെ കാരണം ഒരിക്കലും ഒരു വിടവ് അവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നേരെയാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അങ്ങനെയാണ് ഈ അവിശ്വാസത്തിൻ്റെ കുഴപ്പതാണ്. മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു തെറ്റൽ ഒരിക്കലും ഉണ്ടായാലും, ഒരു അവിശ്വാസം ഒരിക്കലും ഉണ്ടായാലും പിന്നെ അത് യോജിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി ചെയ്യുന്നത് വലിയൊരു വരും തലമുറക്ക് പോലും പ്രത്യാഘാതം ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നടപടിയാണ്. പക്ഷെ അത് ഇവിടെ CPMനെയും അവിടെ BJPയെയും നിലനിർത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്നതാണ് എന്ന് മാത്രം.